ഇന്നൊരു ഹെയർ ബാൻഡ് എന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടിയുടെ തലയുടെ വണ്ണം ന്യൂ ബോണിനാണ് എന്നിട്ട് ചെയ്യുന്നവർ ഏകദേശം 12.5 എന്നിട്ട് പറഞ്ഞപ്പോൾ 12.5 തന്നെയാണ് എടുക്കുന്നുണ്ട്. ഈ ഒരു അലാസ്റ്റിക് അധികം വലിയുന്നില്ല കേട്ടോ. 12.5 വെച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 12.5 അരയുടെ ഡബിൾ, അതായത് 25 നീളത്തിലാണ് നമ്മുടെ ക്ലോത്ത് എടുക്കേണ്ടത്. എന്നിട്ട് അലാസ്റ്റിക് പോവാൻ പാകത്തിന് നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സാധനം ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ലോണം നീളമുള്ള മെറ്റീരിയൽ ആണെങ്കിലും നമുക്കത് ഇത് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് മെറ്റീരിയൽ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ചെറിയൊരു കുളത്തുണ്ടാവും, അത് അവിടെ കണിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ ഇതുപോലെ തിരിഞ്ഞ് വരും കേട്ടോ. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് തിരിച്ചെടുത്തതിന് ശേഷം ഒരു സൈഡിൽ നമ്മുടെ പിന്ന് കുത്തിയിട്ട് നമ്മുടെ അലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഈ ഒരു സൈഡും അതുപോലെ ഓപ്പോസിറ്റ് സൈഡും അടിച്ചെടുത്തതിന് ശേഷം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ബോ ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ആ ഒരൊറ്റ സ്റ്റിച്ച് ചെയ്യാം. നടുക്ക് കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് കുറച്ചായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ആ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സെൻറ്ററിൽ വരുന്ന രീതിക്ക് വെച്ചിട്ട് രണ്ട് സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ആ ചെറിയൊരു ഹോൾസ് വെച്ചില്ല, ആ ഒരു ഹോൾസിലേക്ക് കൂടി ബാക്കിയുള്ള മെറ്റീരിയൽ പുറത്തേക്ക് ഒരു സൈഡിൽ ഇങ്ങനെ എന്തെങ്കിലും നീഡിലായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആ ഹോൾസിലെ കൂടി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അതുപോലെ എല്ലാം കിട്ടും കേട്ടോ. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഏത് സൈസിലാണ് ബോ വേണ്ടത് നോക്കാം. നമുക്ക് നീളത്തിലും എടുക്കാം അല്ലെങ്കിൽ വീതിയിലും എടുക്കാം. ഏത് അപ്പോൾ ചെറിയ സൈസ് ബോയാണ് ആക്കുന്നത്. ഇതുപോലെ എടുത്തിട്ട് നമുക്ക് കിട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ അടിച്ചില്ലേ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നി കൊടുക്കാം. അതിനുശേഷം അതിന് ചുറ്റിയിട്ട് ഒരു ബാൻഡും കൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ എന്നിട്ട് ഞാൻ ബോ ചെയ്തെടുക്കാറുള്ളത്.